വീണ്ടും നിങ്ങളോ? നിന്റെ റീൽസിന് നീ തന്നെ കമന്റ് ഇടുവാണോ? അതിനേക്കാളും ഭേദം 10 ഫേക്ക് അക്കൗണ്ട് ആക്കിയാൽ പോലും. എൻ്റെ റീല് 10 പേര് സേവ് ചെയ്തിരിക്കണ കണ്ട. അത് ആരാന്നെ വിചാരിക്കും. നമ്മൾ തന്നെയാ. എല്ലാ കഴപ്പാടാ നിനക്ക്. ഇവിടെ പുറത്തൊക്കെ ഹെവി കോമ്പറ്റീഷനാ. ഈ പുറത്താണോ നീ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഡയപ്പർ ഇട്ട് നടക്കുന്ന പിള്ളേർ വരെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ് നടക്കണം. അതെടാ, പണ്ടൊരു കല്ലെടുത്തറിഞ്ഞാൽ അതുപോലെ എഞ്ചിനീയറിന്റെ തലേമേ അറിഞ്ഞു വീഴണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കല്ലെടുത്തറിഞ്ഞാൽ അത് കണ്ടന്റ് ക്രിയേറ്ററിന്റെ തലേമായിരിക്കും വീഴുന്നത്. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? എൻ്റെ അടുത്തൊരു വഴിയുണ്ട്. എന്താ? മുട്ടയിലൊരു കൂടോത്രം. ഈ മുട്ടയെന്ന് വരാത്ത പിള്ളേരുടെ അടുത്താണ് എൻ്റെ മുട്ടയിൽ കൂടെ. വേറെ എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ അതൊക്കെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ക്രോമോസോംസ് ഇല്ലേ, ഒന്നിങ്ങനെ കുനിഞ്ഞിട്ട് ഹായ് എന്ന് പറഞ്ഞാൽ മതി. 1 മില്യനാണ്. ശരിയാടാ, ഞാൻ ഇന്നലെ ഇൻസ്റ്റ തുറന്നപ്പോഴേ പെട്ടെന്ന് ക്രോമിലെത്തിയ പോലെയായി. അമ്മാതിരി കത്തി നിൽക്കുന്ന പരിപാടികളാണ്. ഈ നാടിൻ്റെ ഒരു പുരോഗമനമായി. ആർക്കും ഒരു സിവിൽ സെൻസ് ഇല്ല. സിവിൽ സെൻസോ? എന്നുവെച്ചാ സാമാന്യ ബോധ്യം, സിവിൽ സെൻസ്. നീ എന്ത് തേങ്ങയാടായി പറഞ്ഞേ? അർത്ഥമൊന്നും എനിക്കറിയാൻ പാടില്ല. വലിയ വലിയ ആൾക്കാരൊക്കെ ഉപയോഗിക്കണതാ. എടാ, നീ എപ്പോൾ പറഞ്ഞ കാര്യം നടക്കും? ഏത് മുട്ടയിൽ കൂടോത്രം പറ്റുമോന്നോ? എടാ, നാളെ ഞാൻ പറയുമ്പോൾ നീ വീഡിയോ അപ്ലോഡ് ചെയ്യും. നീ നിലത്തെങ്ങും നിൽക്കൂല. ആന്തി എടാ, നീ സന്തോഷം കൊണ്ട് തുള്ളി ചാടുമായിരിക്കും. വല്ലതും നടക്കുമോ? എന്ത് പറ്റിയടാ? ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടില്ല. അതെന്തേ? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് വൈറലാവണമെങ്കിൽ ഒരു 2 to 3 hours ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യരുത്. ഇതാരാ പറഞ്ഞേ? എടാ, പൊതുവേ അത് അങ്ങനെയാണ്. നീ നോക്കിയേ, അതായത് കുറേ ഉണ്ടല്ലോടാ. 100 ലൈക്സും 100K കമൻസോ. എന്താ രാജദ്രോഹി നോക്കേ. നമ്മളിപ്പോ